വടകരയിൽ ബി.ജെ.പിയിൽ നിന്നും പുറത്താക്കിയ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിക്കുകയും ചെയ്തു. ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ബി.ജെ.പിയിൽ നിന്നും പുറത്താക്കിയ പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയത്. വടകര റെസ്റ്റ് ഹൌസിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അടക്കാത്തെരുവിൽ സമാപിച്ചു. ബി.ജെ.പി കൊടിയുമേന്തിയാണ് ഇവർ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് സമാപനം കുറിച്ച് അടക്കാത്തെരുവിൽ വെച്ച് ബി.ജെ.പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധ പ്രകടനത്തിന് രവി മാസ്റ്റർ, ശ്യാംരാജ് പി, ബിജീഷ് പി.കെ, പത്മകുമാർ എൻ.പി, ഗണേശൻ എ.വി, ലിനീഷ് ഉമ്മത്തൂർ, ഷീന ചെക്യാട, ഫിനീഷ് പുതുപ്പണം തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ്റെയും ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടി പ്രവർത്തകരോടുള്ള നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ട സജീവ പാർട്ടി പ്രവർത്തകരായ ആളുകളാണ് ഇന്നിവിടെ പ്രതിഷേധത്തിനായി എത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര, നാദാപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ അഭിലാഷങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അതാത് പാർട്ടി മണ്ഡലങ്ങളിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യപ്പെട്ട പേരുകൾ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നടത്തിപ്പോന്നിട്ടുള്ള പാർട്ടിയുടെ സഹായധനത്തിലെ തിരിമറികൾ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മോറൽ സൈഡ് പരിശോധിക്കാതെ പ്രവർത്തകരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പ്രതിഷേധ പരിപാടിക്ക് ഞങ്ങൾ തയ്യാറായി എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമത നീക്കം നടത്തി എന്നതിൻ്റെ പേരിൽ നോർത്ത് ജില്ലക്കകത്ത് 9 പേരെ പാർട്ടി അച്ചടക്ക ലംഘനത്തിന് വിധേയമാക്കി പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം റദ്ദാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. 9 പേരെയാണ്. വടകരയിൽ നിന്ന് 3 പേരെയും നാദാപുരം നിയോജകമണ്ഡലത്തിനകത്തു നിന്ന് 6 പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. പുറത്താക്കപ്പെട്ട ആളുകൾ മുഴുവനും ദീർഘകാലമായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ നിർവഹിക്കുന്നവരും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള ആളുകളും പാർട്ടിക്ക് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ളതുമായ ആളുകളൊക്കെയാണ്. പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല ജില്ലാ പ്രസിഡൻറ്റും അതുമായി ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ചുമതലക്കാർക്ക്, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരവധിയായ പരാതികൾ പല സമയങ്ങളിലായി നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആയതൊന്നും പരിഗണിക്കുകയോ അതിന് പരിഹാരം കണ്ടെത്തുവാനോ നേതൃത്വം ശ്രമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പരാതികൾ ചുമതലപ്പെട്ട സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളിൽ പാർട്ടി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കുകയോ അതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ സമവായം കണ്ടെത്താനുള്ള ഒരു ശ്രമം പാർട്ടി ചുമതലക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറ്റൊരു മാർഗവുമില്ലാതെയാണ് പ്രതിഷേധം എന്നുള്ള നിലക്ക് 2 നിയോജകമണ്ഡലങ്ങളെയും പ്രവർത്തകന്മാർ ഒരു സമാന്തരമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. പാർട്ടിയെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യം നിർവഹിക്കപ്പെട്ടതെങ്കിലും അത് തിരുത്താനാവശ്യമായ ഒരു സമീപനം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം
നടപടിയെടുക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്ത നടപടി സംഘടനാ ക്രമപ്രകാരമല്ല എന്നുള്ളതാണ്. സംഘടനയിൽ ഭരണഘടന ഉണ്ട്, അതിൽ അച്ചടക്ക നടപടി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ നടപടിയിൽ ഉൾപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസോ വിശദീകരിക്കാനുള്ള അവസരമോ ഒന്നും നൽകപ്പെട്ടിട്ടില്ല. മുതിർന്ന ചുമതലക്കാർ ആരും തന്നെ ഈ ആളുകളെ ഒന്നും സമീപിച്ചിട്ടില്ല. ആയതിൽ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായി പ്രവർത്തിച്ച ആളുകളാണ്, തുടർന്നും അത് തന്നെ ചെയ്യുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന സമയത്തും പാർട്ടിയെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ മോറൽ സൈഡുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അനർഹമായ സ്ഥാനലബ്ധികളുണ്ട്. ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന വ്യക്തി പോലും മുമ്പ് ഗുരുതരമായ അച്ചടക്ക നടപടി നേരിട്ട ആളാണ്. ജനറൽ സെക്രട്ടറിയും അങ്ങനെയാണ്. അത്തരത്തിലുള്ള ആളുകളാണ് മത്സരത്തിന് പാർട്ടി തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. സാധാരണക്കാരായ നിരപരാധികളായ നിഷ്കളങ്കരായ പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള ആളുകളെ സഹിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വിമത സ്ഥാനാർത്ഥിത്വം എന്നുള്ള നിലയ്ക്ക് ഉണ്ടായത്. നാദാപുരത്ത് പപ്പട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം അത് നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൊടുത്ത ഒരു പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട്, ശ്യാമേട്ടൻ്റെതാണ്. ഞങ്ങൾ പാർട്ടിയെ തിരുത്തുകയും പാർട്ടിക്ക് ഒരു സൂചന നൽകുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് പത്രിക നൽകിയിട്ടുള്ളത്. മത്സരിച്ച് ജയിക്കുക അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് നേടുക, ഇതൊന്നും ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. പാർട്ടി ഭാരവാഹികൾക്കിടയിൽ ഞങ്ങളുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായി ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത നടപടിയിലും പാർട്ടി ഞങ്ങളോട് പുലർത്തുന്ന സമീപനത്തിലും പ്രതിഷേധമുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ നടത്താൻ പോകുന്നത്.